ഹലോ ഫ്രണ്ട്സ്, ഞാനുണ്ട്, ഏട്ടനുണ്ട്, അമ്മയുണ്ട്, അനിയുണ്ട്, ഫ്രണ്ടില് അച്ഛനും ചേച്ചിയുണ്ട്. നമ്മളെല്ലാരും കൂടി ഒരു വയനാട് ട്രിപ്പ്. അതെ, നമ്മളിപ്പം മാങ്ങൂര് കഴിഞ്ഞു. അപ്പൊ ഇപ്പൊ നമ്മള് സിപ്പപ്പൊക്കെ വാങ്ങി. ഒരു കുട്ടി ഇങ്ങനെ നടന്നു പോകുമ്പോ സിപ്പപ്പ് കഴിക്കുന്ന കണ്ടിട്ടായിരുന്നു കൊതിയായിട്ട് സിപ്പപ്പ് വാങ്ങിയത്. അതിന്റെ പേരാണ് എന്റെ ചിക്കൻ. എല്ലാരും പേരെന്ന് പറഞ്ഞേ, പേരെന്ന് പറഞ്ഞേ. അങ്ങനെ ചുരം കയറി തുടങ്ങി. കയറുന്ന സമയത്ത് കുറച്ച് കുട്ടികൾ ഇങ്ങനെ മാങ്ങ വെക്കുന്നുണ്ടായി. അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് മാങ്ങയും വാങ്ങി അല്ലേ. നമ്മൾ ഇവിടെ ഡാസ് എന്ന് പറയുന്ന റിസോർട്ടിലെത്തി. ഡാസൽ വില്ല. പിന്നെ സംഭവം അടിപൊളി കേട്ടോ. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. മീൻസ് നമുക്കൊരു ഫാമിലിക്ക് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വില്ല, നല്ലൊരു കാമായിട്ടുള്ള ഒരു സൂത്തി ഫീല് കിട്ടുന്ന ഒരു അടിപൊളി വില്ലയാണ്. പിന്നെ നമുക്കൊരു ഹോം ഫീല് കിട്ടുന്നുണ്ട്. കാരണം കയറി വരുമ്പം തന്നെ നമുക്ക് ഇതാണ് ഫസ്റ്റ് ടൈം. നമ്മുടെ 10ാമത്തെ വില്ലയാണ്. സ്വസ്തി എന്നാണ് നമ്മുടെ വില്ലയുടെ പേര്. എൻട്രൻസ് കയറി വരുമ്പം നമുക്ക് ഫ്രണ്ടിൽ ഒരു സ്റ്റെയർ കേസാണ് കാണാൻ പറ്റുക. പിന്നെ ഇവിടെ റൈറ്റ് സൈഡിൽ നമുക്ക് നമ്മുടെ ഒരു ലിവിങ് റൂം പോലെ കുറച്ച് സ്ഥലം, ഒരു സ്പേസ് ഉണ്ട്. ഇത്രയും സ്പേസ് ലിവിങ് റൂം പോലത്തെ സ്പേസാണ്. പിന്നെ ഡയറക്റ്റ് സ്റ്റെയർ ആണ്. സ്റ്റെയർ കയറി പിന്നെ ഫസ്റ്റ് തന്നെ നമുക്ക് ഒരു മാസ്റ്റർ ബെഡ്റൂം ഉണ്ട്. ഇവിടെ 2 ബെഡ്റൂംസ് ഉണ്ട്. അപ്പോൾ കയറി ഫസ്റ്റ് ബെഡ്റൂമിലെത്തി. അവിടെ സാധാരണ പോലെ ബെഡ്, ഷെൽഫ്, പിന്നെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം. ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ കാണുന്ന ബാൽക്കണിയാണ്. ഇവിടുന്ന് നല്ലൊരു വ്യൂ ഉണ്ട്. തൊട്ട് മുമ്പിലൊരു നല്ലൊരു മലയുണ്ട്. നല്ല ഭംഗി. ഇവിടുന്ന് രാവിലെ ആയാലും ഏത് സമയത്തും ഭയങ്കര ഒരു കോസി ഫീലിങ്ങും നല്ല ഭംഗിയാണ് കാണാൻ. പിന്നെ അടുത്ത സ്റ്റെയർ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ നെക്സ്റ്റ് റൂമിലേക്കുള്ള സ്റ്റെയർ ആണ്. ഇവിടെ റൂംസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഗ്രൗണ്ട് ഫ്ലോറിൽ ലിവിങ് റൂം, ഫസ്റ്റ് ഫ്ലോറിലും സെക്കൻഡ് ഫ്ലോറിലും ബെഡ്റൂംസ്. അപ്പോൾ അടുത്ത റൂമിലേക്കുള്ള വഴിയാണിത്. താഴത്തെ അതേ റൂം തന്നെയാണ്, വ്യത്യാസങ്ങളൊന്നുമില്ല. ആകെ വ്യത്യാസമുള്ളത് വ്യൂയിലാണ്. മേലെ എത്തുമ്പോൾ കുറച്ചുകൂടി ഭംഗി കൂടുതലാണ് നമ്മുടെ വ്യൂവിന്. കുറച്ചുകൂടി ഹൈയിലെത്തിയില്ലേ, ഭയങ്കര ഭംഗിയാണ് കാണാൻ. ഓരോ സമയത്ത് മഞ്ഞ് വന്ന് മൂടിയിട്ട് നല്ല ഭംഗിയാണ് മല കാണാനായിട്ട്. പിന്നെ ഇവർ അറേഞ്ച് ചെയ്തിട്ടുള്ള പ്ലാൻസും ഈ കാണുന്നതുണ്ടല്ലോ ഇവിടുത്തെ സ്വിമ്മിങ് പൂളാണ്. അപ്പോൾ സ്വിമ്മിങ് പൂളിലൊക്കെ നമുക്ക് പോകണം, സമയമായിട്ടില്ല. അപ്പോൾ ഇതാണ് ഇവിടുത്തെ വ്യൂ. പിന്നെ ഇവിടെയുള്ള പ്രധാനപ്പെട്ട കാര്യം, നമുക്കിവിടെ ക്യാമ്പ് ഫയർ ഇവർ സെറ്റ് ചെയ്യും, കോംപ്ലിമെൻ്ററി ആണ്. അതേപോലെ സ്വിമ്മിങ് ഉണ്ട്, സ്വിമ്മിംഗ് പൂളുണ്ട്. സ്വിമ്മിംഗ് പൂളിന് നമുക്ക് അലോട്ട് ചെയ്തിട്ടുള്ള ടൈം എന്ന് പറയുന്നത് 10:30 to 11:30 ആണ്. ആ സമയത്താണ് നമുക്ക് അലോട്ട് ചെയ്തിട്ടുള്ളത്. അതുവരെ ഉള്ളതൊക്കെ ബുക്ക്ഡാണ്. അപ്പം അങ്ങനെയാണ് വിശേഷങ്ങൾ. അപ്പോൾ ബാക്കി ഇവിടെയുള്ള എൻജോയ്മെൻറ്റും കാര്യങ്ങളും ഇവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തരാം. നോക്കിക്കേ, ഇങ്ങനെ അഭിനയിക്ക് നടന്നു വാ, കൈ കൊണ്ടല്ലാക്ക്.
വാ. എന്നിട്ട് തിരിഞ്ഞേ. ചീക്കുന്നാടോ. അങ്ങോട്ട് പോകേണ്ട കാര്യം അവർ പറഞ്ഞേ. നമുക്ക് എന്ത് മനോഹരമായ കാഴ്ച സുഹൃത്തുക്കളെ. ഭൂമി സ്വർഗം ഇറങ്ങി വന്നതുപോലെ തോന്നുന്നു.